ഹലോ, കുറേ പരിപാടികളുള്ള ദിവസമാണ്. പള്ളി പോകാൻ ടൈമായിട്ടുണ്ട്. പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരുവമ്പാടി പോകാനുണ്ട്. തിരുവമ്പാടിയിൽ നിന്ന് ചെറിയ പരിപാടികളുണ്ട്. വയനാട്ടിൽ പോകാനൊക്കെ ഉണ്ട്. വണ്ടി കൊണ്ടുവെക്കാനുണ്ട്. ഈ വണ്ടി തിരുവമ്പാടി എത്തിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പള്ളിയിൽ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ്, പള്ളിയിൽ പോകാൻ റെഡിയായി. മുടി കെട്ടി വന്നപ്പോൾ കുറച്ച് നേരം വൈകി. ചായ എപ്പോഴാണ് കുടിക്കണത്? ബാങ്ക് കൊടുത്തപ്പം പോകാനായിട്ടുണ്ട്. പെട്ടെന്ന് സെറ്റാക്കി പോട്ടെ. ചുക്ക് കാപ്പിയാണ് ഗൈസ്. പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് പള്ളിത്തായം. പേര് പോലെ തന്നെ പള്ളി മുകളിലും അങ്ങാടി അടിയിലുമാണ്. അപ്പോൾ ഈ ചെറിയൊരു കയറ്റം കയറാനുണ്ട്. ഗൈസ്, പള്ളി കഴിഞ്ഞു, വീട്ടിൽ പോവാണ്. ഫുഡ് കഴിക്കണം. പെട്ടെന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് വേഗം പോകണം. കാർ വന്നിട്ടുണ്ട്. കാറിൻ്റെ ടയറ് ടയറ് മാറ്റിയിട്ടുണ്ട്. മുട്ടയായിരുന്നു. പോയിട്ട് കാണാം. ഓണിന് മുന്നേ ചെറിയൊരു പരിപാടിൻ്റെ നമ്മളെ എപ്പിക് ഗെയിംസിൽ ഫ്രീ ആയിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. ഓഫറിൽ അത് ക്ലെയിം ചെയ്ത് പേര് ഹോഗ്വേർട്സ് ലെഗസി. ഇതാണ് സാധനം. അത് ഡൗൺലോഡിലിട്ടുണ്ട്. അപ്പം അതൊരു നൈസ് ഗെയിമാണ്, സ്റ്റോറി ഗെയിമാണെന്നാണ് പറഞ്ഞത്. കളിച്ചു നോക്കണം. വയനാട്ടിൽ പോകുമ്പോൾ കളിക്കാമല്ലോ. പിന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. വിത്ത് കാന്താരി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് തിരുവമ്പാടിയിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റും അത്രയും പെട്ടെന്ന് പോകണം. എന്നാലേ രാത്രി ആവുന്നതിന് മുന്നേ വയനാട് എത്താൻ പറ്റുള്ളൂ. ഫുഡ് വന്നിട്ടുണ്ട്. ചക്കപ്പേരി, ചിക്കൻ, മുളക്, പിന്നെ കുറച്ച് മോരും. എൻ്റെ ഫേവറേറ്റാണ്. ഗൈസ്, തിരുവമ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരത്തിയപ്പോൾ ഒന്ന് നിർത്തിയതാണ്. വണ്ടി സ്കൂട്ടറിലാണ്, ഇലക്ട്രിക്കാണ്. ഈ വണ്ടീൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. 25 പോവുള്ളൂ. അതായത് രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, ഇതൊന്നും ആവശ്യമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ 25 പോകുള്ളൂ. കയറ്റം പോകില്ല. ഹൈവേ മെയിൻ റോഡ് കൂടെ ഒന്നും പോകാൻ പറ്റില്ല. പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷേ സ്പീഡ് മാച്ച് ആകാത്തപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. തിരുവമ്പാടിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. എന്തായാലും 1 മണിക്കൂറിൻ്റെ അടുത്ത് 1.25 മണിക്കൂറാവും അവിടെ എത്താൻ. അവിടെ എത്തിയിട്ട് ഈ ബാഗ് അൺപാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നാളെ മറ്റന്നാളത്തേക്കുള്ള പാക്ക് ചെയ്യണം. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഫുഡൊക്കെ കഴിച്ച് അമ്മായിനെ വീട്ടിൽ കൊണ്ടാക്കി. നമുക്ക് മറ്റന്നാൾ കല്യാണമുണ്ട്. സൺഡേ കല്യാണ പരിപാടിയും തിങ്കളാഴ്ച കല്യാണമുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇറങ്ങാൻ ഒത്തിരി ലേറ്റായിപ്പോയി. ഇപ്പം നേരം വൈകാണ്ട് നമ്മൾ അവിടെ എത്തുമെന്നാണ് തോന്നുന്നത്. ടൈമിനെത്തിയാൽ ബ്ലോക്കില്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ചുരത്തിലൊക്കെ നല്ല ബ്ലോക്കാന്ന് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. എന്തായാലും പോയി നോക്കാം. ഗൈസ്, തിരുവമ്പാടി എത്തിയിട്ടുണ്ട്. ബാഗൊക്കെ എടുത്ത് റൂമിൽ കയറാം. പാക്ക് ചെയ്യണം. ഫോണ് ചാർജിലിടണം. എയർപോർട്ട് ചാർജിലിടണം. ബസ്സിൽ 2-2.5 മണിക്കൂറിന് അഥവാ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ ടൈം എടുക്കും. ഇവിടെത്തി. റൂമിൻ്റെ കോലം നോക്കരുത്. ഇവിടുന്ന് അത്യാവശ്യമായിട്ട് പോയപ്പോൾ ഇങ്ങനെ ഇട്ടത് പോയതാണ്. നമുക്ക് മെല്ലെ മെല്ലെ പാക്കിങ്ങൾ തുടങ്ങാം. കുറേ പരിപാടികളുണ്ട്. ചാർജിലിടണം ഫോണൊക്കെ. അപ്പം ബൈ. അപ്പം പാക്കിങ്ങുകളൊക്കെ കഴിഞ്ഞ് ബാഗ് എല്ലാം കഴിഞ്ഞു. ഇനി വീട് ലോക്ക് ചെയ്തിട്ട്
നമുക്ക് വേറെ വണ്ടിയിൽ പോകണം. മറ്റേ വണ്ടി ഇവിടെ വെക്കണം. വീട്ടിലൊക്കെ ചെയ്തു, കീ എടുത്തു. നമുക്ക് ചൂടാനുണ്ട്. നമ്മൾ പോകുന്നത് ആക്സിസിലാണ്. ഇത് സ്റ്റാർട്ടായി കിട്ടാൻ കുറച്ച് പണിയാണ്. സ്റ്റാർട്ടാക്കണം. പിന്നെ എന്തിനാണ് വയനാട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ, വയനാട്ടിലാണ് ഞാൻ ജനിച്ചത്. ഉമ്മൻ്റെ വീട് അവിടെയാണ്. അപ്പം വെക്കേഷനായി ഇപ്പോൾ അവിടേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് വിളി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉമ്മ ഓൾറെഡി മിനിഞ്ഞാന്ന് ബുധനാഴ്ച രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് ഇതുണ്ട്, കോളേജിൽ പ്രൊജക്റ്റ് ഉണ്ടായതുകൊണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പോയില്ലായിരുന്നു. പക്ഷേ ഓല് പറഞ്ഞ് മൺഡേ മുതൽ വന്നാൽ മതി. അപ്പം ഇന്നെന്തായാലും പോയിട്ട് സൺഡേ തിരിച്ചു വരണം. കല്യാണം ഉണ്ടല്ലോ നാട്ടിൽ. അപ്പം ഇനി അതിനാൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. ഗൈസ്, അപ്പം അതിനെൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. വണ്ടി ഇവിടെ വെച്ചു. ഇത് വേറെ ബുഗാട്ടി, കേടൊന്ന് ബുഗാട്ടി. വണ്ടി അവിടെ വെച്ച് സ്റ്റാൻഡിൽ ഓണാക്കി തരും. അവിടുന്ന് ഡയറക്റ്റ് കുന്നമംഗലം. യെസ്, ഓക്കെ. ആ ഇവിടെ ഏതൊക്കെയോ കാട്ടുകൂടി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാൻഡിലെത്തൂലേ? പാലം. എന്റെ വണ്ടിന്റെ ചാവിയോ? അത് വണ്ടിമേലുണ്ട്. അവിടെ നോട്ടെ. ഞാൻ മറ്റന്നാൾ വരും. പക്ഷെ ഇങ്ങോട്ട് വരില്ല. പള്ളിത്തായത്തിൽ നിന്ന് പിന്നെ ചൊവ്വൊക്കെ ആവും വരാൻ. എന്താണ് അങ്ങോട്ട് പോകാൻ കഴിയാത്ത? ഇത്ര തിരക്കൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ. മുടിഞ്ഞ തിരക്ക്. റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അയ്യോ ചത്ത്. ശരി. അതിനോട് ബൈ ബൈ. അല്ല, പബ്ജി കളിക്കാൻ വരുന്ന പറഞ്ഞിട്ട് എന്ത് തിരക്കില്? എന്തൊക്കെയോ നമ്മളോട് പറയാത്ത എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട്.
ഓക്കെ, എന്നാൽ ഞാൻ വിട്ടോ. ശരി. ഇനിയിപ്പം നമുക്ക് കുന്നമംഗലം ബസ് കയറണം. ഇതൊരു കോഴിക്കോട് ബസ്സാണ്. ഇതിലായിരിക്കും മിക്കവാറും പോവാം. നോക്കാം. ഇവിടെ കുന്നമംഗലം പോയില്ലേ? കുന്നമംഗലം ബസ് കിട്ടിയിരിക്കണം. ബസ് കയറി ഗൈസ്. ഇനിയിപ്പം എപ്പോഴാണ് കുന്നമംഗലം എത്തുകയെന്ന് അറിയില്ല. സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. കൊടുവള്ളിയിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് എന്നാ കേട്ടെ. അപ്പം ഒന്നെങ്കിൽ നിന്നിട്ടാണെങ്കിൽ വീഡിയോസൊന്നും അധികം ഉണ്ടാവില്ല. ഇരുന്നിട്ടാണെങ്കിൽ കുറച്ച് ചുരത്തിലും അവിടത്തേക്ക് ഷോർട്ട് ആഡ് ചെയ്യാൻ പറ്റും. നോക്കാം. എല്ലാ ബസ്സിലും തിരക്കും. ഇവിടെ കാലിയാണ്. എന്തായാലും നോക്കാം. ഗൈസ് സ്റ്റാൻഡ് എത്തി. ഇനി ബസ് വരണം. 2 ബസ് പോകുന്നത് കണ്ട്. ഒരു ബത്തേരിയും ഒരു വയനാട് ബസ്സും മാനന്തവാടി ബസ്സും പോകുന്നുണ്ട്. അപ്പോൾ മാനന്തവാടിക്കാണ് പോകേണ്ടത്. എന്താ ഒന്നും ഐഡിയ ഇല്ല. 2 ബസ്സിലും തിരക്കാണ് നമ്മൾ കണ്ടത്. നോക്കാം. ഗൈസ് കുറേ നേരം കാത്തിക്കണ്. 1.5 മണിക്കൂറോളായി. ഇതുവരെ വണ്ടിയൊന്നും വന്നില്ല. വന്നതൊക്കെ ഫുള്ള് തിരക്കും ഫുള്ളാണ്. ബാക്കിയുള്ളത് ഒരുമിച്ച് നോക്കാം. നമ്മുടെ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. രാത്രിയായി. വിചാരിച്ച പോലെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആ ബസ്സിനാണ് നമ്മൾ വന്നത്. ആ ബസ്സിന് അതെന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി ബസ്സാണ്. കൽപ്പറ്റയിൽ നിന്ന് ഇറങ്ങി മാനന്തവാടിക്ക് വേറെ ബസ് വരണം. സ്റ്റാൻഡിൽ കയറൂല. ഇത്ര ലേറ്റ് ആയ സ്ഥിതിക്ക് മാനന്തവാടിക്കുള്ള ബസ്സും കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ബസ്സിന് കുറച്ച് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പം ബസ്സിൽ ഫുള്ള് പാട്ടാണെങ്കിൽ കോപ്പറേറ്റ് കിട്ടുമെന്നുള്ള പേടിയിൽ പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. കുറച്ച് സിനിമാറ്റിക് ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി മാനന്തവാടി ബസ് വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കണം. ക്രിസ്മസ് ട്രീ പരിപാടികളൊക്കെ ഉണ്ട്. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നോക്കാം. ഗായ്സ് എത്തി. മാനന്തവാടി എത്തി. നീണ്ട യാത്രയ്ക്ക് ശേഷം മാനന്തവാടി എത്തി. അതാണ് നമ്മൾ വന്ന ബസ്. ചില്ലറ പണിയൊന്നുമല്ലായിരുന്നു. വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പം മാമൻ അവിടെ കാത്തെത്തുന്നുണ്ട് പാർക്കിൻ്റെ അവിടെ. ഉടനെ ഇനി പോകണം. ഇപ്പം വീടെത്തി. എന്താന്ന് വെച്ചാൽ ഭയങ്കര ബോറായിരുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ വരുന്നത് കൽപ്പറ്റ വരെ സീറ്റ് കിട്ടി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബസ്സിൽ ഫുള്ള് സോങ് ആയതുകൊണ്ട് കോപ്പറേറ്റിൻ്റെ പ്രശ്നം പേടിച്ചിട്ട് വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് ഷോട്ട് എടുത്തിട്ടുള്ളൂ. വിചാരിച്ച പോലെ ഒന്നുമല്ല. ചുരം കയറുമ്പോൾ രാത്രി പോയി. പിന്നെ കൽപ്പറ്റ എത്തിയിട്ടാണ് പ്രശ്നം. 1 മണിക്കൂർ കാത്തുനിന്ന ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ചുരത്തിൽ ഞാൻ വരുമ്പം കുഴപ്പമില്ലായിരുന്നു. ബ്ലോക്കില്ല, ഒന്നുമില്ല. പെട്ടെന്ന് കയറി. ആകെ ഒരു KSRTCൻ്റെ സ്വിഫ്റ്റ് ബസ് വന്ന്. അതിൽ ഫുള്ളായിരുന്നപ്പോൾ ഓല് പറഞ്ഞ് നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം ഓല് പറഞ്ഞ് എന്താ വെച്ചാൽ പുറകെ ഇഷ്ടം പോലെ ബസ് വരുന്നുണ്ട്, അപ്പോൾ അതിൽ കയറിയാൽ മതി, ഇഷ്ടം പോലെ ഉണ്ട്, ചുരത്തിൽ ബ്ലോക്കായി കിടക്കുമെന്ന് പറഞ്ഞു. കാത്ത് നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 മാനന്തവാടി ബസ് അടുപ്പിച്ച് വന്ന്. ആ നാട്ടിലുള്ള ജനങ്ങൾ ഫുൾ അതിൽ കയറി. ഞാൻ ഡോറിൽ എങ്ങനെയൊക്കെയോ പിടിച്ച് കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടം വരെ എത്തി. അവിടെ നിന്നാണ് പിന്നെ ഒന്ന് ശ്വാസം വിട്ട് നിൽക്കാനുള്ളൊരു ഇത് കിട്ടിയത്. എന്നിട്ടാണ് ടിക്കറ്റ് എടുത്തതൊക്കെ. പിന്നെ മാനന്തവാടി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാനന്തവാടി എത്തി. മാമനെ ബുള്ളറ്റിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ വീട്ടിലെത്തി. സെറ്റാണ്. ഇനി ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല.
ഒരു ചായ ഇട്ടിട്ടുണ്ട്, ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, വേറൊന്നുമല്ല. അറിയാലോ, ഇറങ്ങിയിട്ടുണ്ട് സ്ട്രേഞ്ചർ തിങ്സ് 3 എപ്പിസോഡ് തന്നെ കണ്ടു തീർക്കണം ആഗ്രഹമുണ്ട്. ചായ കുടിച്ച കിക്കിൽ നിൽക്കുകയാണെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കിടന്നുറങ്ങും. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ എന്ന് പറഞ്ഞാൽ കാർ എടുത്തിട്ട് ഒന്നുകിൽ ഈവനിങ് അല്ലെങ്കിൽ രാവിലെ എപ്പോഴേലും ഉള്ളപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഇവിടുന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം കാണിച്ചാൽ വീടിൻ്റെ ചുറ്റുമാകും. ഇവിടെ നിന്ന് തന്നെ കാണുന്ന ദൂരത്തിൽ കുറച്ച് മറ്റേ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്, അവിടെ അടിപൊളിയാണ്. അവിടെ പോയിട്ട് അതും കുറച്ച് വിഷ്വൽസും, പിന്നെ മാമന്, അമ്മായി, കസിൻസ്, വേറെ മാമനുണ്ട് മിലിറ്ററിത്തെ, മൂപ്പര് നാളെ വൈകുന്നേരം വരും. മൂപ്പരൊക്കെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, അവർക്ക് ഫോട്ടോഷൂട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ സെറ്റാക്കണം. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് കാണട്ടെ. ബൈ ബൈ.